പച്ചമുന്തിരി കൊണ്ടേ ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഇതിനധികം സമയമൊന്നും വേണ്ട. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റില്ലേ, അങ്ങനെയാണ്. പിന്നെ അതുപോലെ എരിവും പുളിയൊക്കെ ഇല്ലേ, എല്ലാം ചേർന്നൊരു അടിപൊളി അച്ചാർ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ തയ്യാറാക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും എടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ടിത് ചൂടാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് ഒരു പാനിൽ ആവശ്യത്തിന് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വാങ്ങുന്ന പച്ചമുന്തിരി നല്ല പുളിയായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നേരിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടാവില്ലല്ലോ. അത്ര സമയത്ത് നമുക്ക് ഇങ്ങനത്തെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ മുന്തിരിയൊക്കെ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ചീത്തയായി തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അതിന് തൊട്ട് മുമ്പൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചീത്തയാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അച്ചാറാക്കി സൂക്ഷിച്ച് വെച്ച് അത് കുറച്ച് ദിവസം ഇരുന്നോളും. ഈ മുന്തിരി ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴല്ലേ ഇതൊന്ന് സോഫ്റ്റ് ആകുകയും പിന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇപ്പോൾ കറക്റ്റ് പാകമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ടില്ലേ. അപ്പം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ സെയിം പാൻ തന്നെയായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതിലുണ്ടാക്കുമ്പോഴാണ് നല്ലൊരു രുചി കിട്ടുന്നത്. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂണോടത്തോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടി ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇത് വഴറ്റുന്നതും. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുന്തിരിയുടെ വെള്ളം ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുന്തിരിയുടെ വെള്ളം മൊത്തം നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. കാരണം ഇത് പെട്ടെന്ന് വറ്റി വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഉപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂണോടത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് ഉപ്പും പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഞാനിവിടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനത്ര പുളി വരുന്നത്ര ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മധുരത്തിനായിട്ടല്ല, ഇത് ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ശർക്കര ഞാനിവിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അലന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുന്തിരിയിലുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാലൻസ് ഉള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, നല്ല രസമില്ലേ കാണാൻ തന്നെ. കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ.
ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികളില്ലേ, വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ അതുകൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയും കടുകും കൂടി പൊടിച്ചിട്ടത് അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇനി എണ്ണ തെളിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളത്തോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഇപ്പോൾ ഓഫ് ചെയ്തു. അടിപൊളി നമ്മുടെ മുന്തിരി അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടോ. ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു കളറായിട്ട് വരും. ഇഞ്ചിക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടും കേട്ടോ. ഇഞ്ചിക്കറിയുടെ ചെറിയൊരു ഫ്ലേവറൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇതുവരെ മുന്തിരി അച്ചാർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് മോംസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.